ലോകത്തിലെ ഏറ്റവും ക്രൂരയായ ഒരു സ്ത്രീ. ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരയായി ഗിന്നസ് ബുക്കിൽ പോലും രേഖപ്പെടുത്തിയ ഒരാൾ. പറഞ്ഞുവരുന്നത് ബ്ലഡി കൗണ്ടസ്, ലേഡി ഡ്രാക്കുള എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന എലിസബത്ത് ബത്തോറി. ആയിരത്തി 1561 എലിസബത്ത് ബത്തോറിയുടെ ജനനം. ഹംഗറിയാണ് എലിസബത്തിന്റെ ജന്മദേശം. ആ കാലഘട്ടത്തിലെ ഹംഗറിയെ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ വളരെ കർക്കശക്കാരായിരുന്നു. ആ കാരണത്താൽ ജനങ്ങൾ അവരെ ഭയന്നിരുന്നു. ഭയക്കുന്നതിനുള്ള പ്രധാന കാരണം അവരുടെ ക്രൂരമായ ശിക്ഷാരീതികൾ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ചുറ്റുപാടിൽ വളർന്നുവന്ന ഒരാളാണ് എലിസബത്ത്. എലിസബത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടുതന്നെ അവർ അന്ധവിശ്വാസങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. 15ാമത്തെ വയസ്സിലാണ് എലിസബത്തിന്റെ വിവാഹം നടക്കുന്നത്. അവിടുത്തെ പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനായ ഫെറങ്ക് നഡാസ്റ്റിയായിരുന്നു അവളുടെ ഭർത്താവ്. അദ്ദേഹം ഓട്ടോമൻ യുദ്ധത്തിന് പോയപ്പോൾ എലിസബത്ത് ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 48ാമത്തെ വയസ്സിൽ നഡാസ്റ്റി അന്തരിച്ചു. അങ്ങനെ 30 വർഷത്തെ ദാമ്പത്യം അങ്ങനെ അവിടെ അവസാനിച്ചു. ഓട്ടോമനുമായുള്ള യുദ്ധം ഏകദേശം 10 വർഷത്തോളം നീണ്ടുനിന്നു. വലിയ ഉത്തരവാദിത്തങ്ങൾ എലിസബത്തിന്റെ തലയിലായി. എല്ലാ കാര്യങ്ങളും ഓടിനടന്ന് ചെയ്യേണ്ടി വന്നു. ഇത് എലിസബത്തിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. അതോടെ കാര്യങ്ങൾ ഒക്കെ മാറി മറിഞ്ഞു. എലിസബത്തിനെ അകാല വാർദ്ധക്യം പിടികൂടി. ഇതുവരെ മാനസികമായി തളർത്തി. വാർദ്ധക്യത്തിന്റെ വരവ് അവർക്ക് താങ്ങാനാവുന്നതിലും അധികമായിരുന്നു. ലോകം കണ്ട വലിയ ക്രൂരതകളിലേക്കുള്ള തുടക്കം ഇവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത്. ഒരു ദിവസം മുടിച്ചീകുന്നതിനിടയിൽ തല വേദനിച്ചതിന്റെ പേരിൽ മുടിച്ചീകിയ ആളെ മർദ്ദിച്ചു. മർദ്ദനമേറ്റ അവരുടെ ശരീരം കുറച്ചു മുറിഞ്ഞിരുന്നു. അതിൽ നിന്നും വന്ന രക്തം എലിസബത്തിന്റെ ശരീരത്തിൽ പറ്റിയിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം രക്തം പറ്റിയ ശരീരഭാഗത്ത് യുവത്വം തിരിച്ചു കിട്ടിയതുപോലെ അവർക്കു തോന്നി. എലിസബത്ത് ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി കൊട്ടാരത്തിലെ പണ്ഡിതന്മാരുടെ അടുത്തേക്കെത്തി. അന്ധവിശ്വാസികൾ ആയ പണ്ഡിതരുടെ മറുപടി രക്തം കൊണ്ട് യൗവനം വീണ്ടെടുക്കാമെന്നായിരുന്നു. അന്ധവിശ്വാസങ്ങൾ കണക്കിലെടുക്കാത്ത എലിസബത്ത് ഈ കാര്യങ്ങൾ വിശ്വസിക്കുകയാണ്. ഇത് കേട്ട എലിസബത്ത് തന്റെ ഉള്ളിലെ ക്രൂരത പുറത്തെടുത്തു. പിന്നീട് ഉള്ള എലിസബത്തിന്റെ ശ്രമം എങ്ങനെയെങ്കിലും യുവത്വം വീണ്ടെടുക്കണം എന്നതായിരുന്നു. പിന്നീട് കൂട്ടക്കൊലകൾ ആയിരുന്നു. വിശ്വസ്തരായ സേവകരെയും പട്ടാളക്കാരെയും ഉപയോഗിച്ച് അവർ പെൺകുട്ടികളെ കടത്തി തുടങ്ങി. കൂടുതലായും കർഷകരുടെ കുടുംബത്തിലുള്ളവരെയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. അവരുടെ തലകൾ വെട്ടിയും രക്തം കുടിച്ചും അവരുടെ രക്തത്തിൽ കുളിച്ചും യൗവനം എങ്ങനെയും വീണ്ടെടുക്കണമെന്ന ആവേശത്തോടെ അവർ കൊലകൾ തുടർന്നു. കൊലപ്പെടുത്തിയവരുടെ മാംസം എലിസബത്ത് കഴിച്ചിരുന്നതായും പറയപ്പെടുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ചർമ്മത്തിൽ വലിയ മാറ്റങ്ങൾ ഒന്നും അവർക്ക് തോന്നിയിരുന്നില്ല. എലിസബത്ത് നിരാശയായി. വീണ്ടും തന്റെ പണ്ഡിതരുമായി അവർ കൂടിക്കാഴ്ച നടത്തി. അവർ എലിസബത്തിനോട് പറഞ്ഞത് മറ്റൊന്നായിരുന്നു. രാജകുടുംബത്തിൽ പെട്ട നിങ്ങൾ സാധാരണ കുടുംബത്തിൽ പെട്ടവരെയല്ല, അതേ രാജകുടുംബത്തിലെ പെൺകുട്ടികളുടെ രക്തം തന്നെ ശരീരത്തിൽ തേക്കണം എന്നായിരുന്നു. പക്ഷെ മറ്റുള്ളവരെ കൊണ്ടുവന്ന പോലെ ഇത് നടക്കില്ല എന്നവർക്ക് അറിയാമായിരുന്നു. അതിന് അവർ വേറൊരു മാർഗം കണ്ടെത്തി. രാജകുടുംബത്തിലെ അവിഹിത സന്തതികളായ പെൺകുട്ടികളെ ദത്തെടുക്കുക എന്നതായിരുന്നു. പിന്നെ മോശപ്പെട്ട കുട്ടികളെ നല്ല നടപ്പിനായി കൂട്ടിക്കൊണ്ടുവരാം എന്നുമായിരുന്നു അവരുടെ അടുത്ത പ്ലാൻ. തന്റെ മക്കളെ തിരഞ്ഞുവരുന്ന മാതാപിതാക്കളോട് നുണക്കഥകൾ പറഞ്ഞു. മറ്റു കുട്ടികളുമായി തല്ലുപിടിച്ചു മരിച്ചുവെന്നും ചിലർ അസുഖം ബാധിച്ചു മരിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരെ മടക്കി അയച്ചു. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് സംശയം തോന്നിത്തുടങ്ങി. എലിസബത്തിന്റെ അടുത്തേക്ക് വരുന്ന പെൺകുട്ടികൾ അപ്രതീക്ഷമാവുന്നു എന്നതായിരുന്നു അവരുടെ സംശയം. ഇതിനെക്കുറിച്ച് അവർ രഹസ്യ അന്വേഷണങ്ങൾ നടത്തി. രാജാകൊട്ടാരത്തിലെ അംഗമായതിനാൽ എലിസബത്ത് അന്വേഷണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു. ഈ പെൺകുട്ടികളെ ഉപയോഗിച്ച് ദുർമന്ത്രവാദം ഒക്കെ നടത്തിയിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി പതിവ് പോലെ ക്രിയകൾക്ക് ശേഷം പെൺകുട്ടിയുടെ ശരീരം സംസ്കരിക്കുന്നതിനു വേണ്ടി മൃതദേഹം ഇവർ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. പക്ഷേ ഇത്തവണ നാട്ടുകാർ ഇത് കണ്ടു. അവർ അധികൃതരെ വിവരമറിയിച്ചു. 1610 ഇവരെ അറസ്റ്റ് ചെയ്തു. ഈ കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെ എല്ലാം പേരുകൾ ഇവർ ഡയറിയിൽ എഴുതി സൂക്ഷിച്ചതായും അതിൽ 550 പെൺകുട്ടികളുടെ പേരുകൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. പക്ഷേ ഇതിന് തെളിവുകൾ ഒന്നും തന്നെയില്ല. എലിസബത്തിനൊപ്പം 3 പേർ കൂടി പിടിയിലായിരുന്നു. അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. പക്ഷേ എലിസബത്ത് രാജകുടുംബാംഗമായതിനാൽ വധശിക്ഷയ്ക്ക് വിധിച്ചില്ല, മറിച്ച് വീട്ടുതടങ്കലിൽ പാർപ്പിക്കുകയാണ് ഉണ്ടായത്. അത് കൊട്ടാരത്തിൽ തന്നെയായിരുന്നു. പിന്നീട് 1614 എലിസബത്ത് മരണപ്പെട്ടതായും പറയുന്നു.